അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന നല്ലവരിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമളാനിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ 27-ാം രാവ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള ഈ പുണ്യമാക്കപ്പെട്ട ദിവസം വളരെ മഹത്വരമാണ്. ഈ പരിശുദ്ധമായ റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളായ നമുക്ക് തന്നത് തുടക്കത്തിലെ നമ്മൾ പറയും പോലെ തഖ്വയുണ്ടാവാനാണ്. ആ തഖ്വ നമ്മുടെ ജീവിതത്തിൽ അല്പമെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. നോമ്പ് നോൽക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ അമലിന്? അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 വന്നാൽ മുത്തുനബി ഇബാദത്തിലായി കൂടും. ഒരു ദിവസം 100 ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അരയും തലയും മുറുക്കി ഹബീബ് രംഗത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടത്തിൽ സ്വഹാബത്തുണ്ട്. റമളാൻ ഒന്ന് മുതലാക്കാനാണ്. ഈ റമളാൻ മുതലാക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ടത്. ഈ വിശുദ്ധമായ റമളാൻ നമ്മളിൽ നിന്ന് സലാം പറഞ്ഞ് കടന്നുപോയാൽ അടുത്ത റമളാനിൽ നാം ഉണ്ടാകുമോ എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ കഴിയുമോ ഞാൻ അടുത്ത പ്രാവശ്യം ഉണ്ടാകുമെന്ന്? ഇല്ല. അള്ളാഹുവിൻ്റെ ഖലാ വന്നാൽ നമ്മളൊക്കെ പോവണം. പോകുന്നതിൻ്റെ മുമ്പ് അമലിൻ്റെ ഭാണ്ഡം നിറക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. പുണ്യകർമ്മങ്ങൾ ചെയ്യണം. നമ്മളെ സ്വഭാവം നന്നാക്കണം. നമ്മളെ അമലുകളിൽ മനസ്സാന്നിധ്യം നൽകണം. നിയ്യത്ത് റെഡിയാവണം. അങ്ങനെ നമ്മുടെ അമലിന് പത്തരമാറ്റിന്റെ പ്രൗഢി കൂട്ടാനുള്ള എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത് അതെല്ലാം നമ്മൾ ചെയ്യണം. ഈ 27-ാം രാവ് വരുമ്പോൾ 27-ാം രാവിന് വല്ലാത്തൊരു ശ്രേഷ്ഠതയുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വെച്ചത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു പുണ്യരാവ്. ഇത് 27-ാം രാവിലാണെന്ന് ഒരുപാട് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിന് പല തെളിവുകളും അവർ ഉദ്ധരിക്കുന്നുണ്ട്. ഈ വിശുദ്ധമായ ഖുർആനിലെ സൂക്തം മാത്രം മുൻനിർത്തിയിട്ട് ആലിമീങ്ങൾ പറയുന്നു, ഇതിൽ ഹിയ എന്ന് പറയുന്ന അവസാനത്തെ പദം അത് ലൈലത്തുൽ ഖദ്റിനെ സൂചിപ്പിക്കുന്ന പദമാണ്. അത് 27-ാമത്തെ പദമാണ്. അതുകൊണ്ട് 27-ാം രാവിൽ ലൈലത്തുൽ ഖദ്റിന് സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് തെളിവുകൾ പറയണം, ഒരുപാട് അടയാളങ്ങൾ. 27-ാം രാവിലായിരുന്നു പഴയ കാലങ്ങളിലൊക്കെ ഈ ലൈലത്തുൽ ഖദ്ർ കൊണ്ടാടിയിരുന്നത് മഹത്തുക്കളും ആലിമീങ്ങളും. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയായിരുന്നു. അല്ലാഹുവിൻ്റെ ഹബീബ് ആ സന്ദേശം അറിയിക്കാൻ വേണ്ടി സ്വഹാബത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ
സ്വഹാബ 27-ാം രാവാണോ 21-ാം രാവാണോ 23-ാം രാവാണോ 25-ാം രാവാണോ 27-ാം രാവാണോ 29-ാം രാവാണോ? ഇത് സ്വഹാബത്തിന് ലൈലത്തുൽ ഖദ്ർ എന്നാണെന്നറിയിക്കാൻ വേണ്ടി ആകാംക്ഷയോടെ കടന്നു വന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ രണ്ടുപേരും ശണ്ട കൂടുന്നു. അപ്പോഴാണ് ആ ഇൽമിനെ അല്ലാഹു ഉയർത്തിയത്. മുത്തുനബിക്ക് അറിയിച്ചു കൊടുത്തിരുന്നു. അതറിയാത്തത് നിങ്ങൾക്ക് ഖൈറിന് വേണ്ടിയിട്ടാണെന്ന് ആരംഭപ്പൂവായ മുത്തുള്ളി മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ലൈലത്തുൽ ഖദ്റാണ് എന്നറിഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ നിയ്യത്തൊക്കെ വേണ്ടത്. ഇന്ന് 27-ാം രാവ് ലൈലത്തുൽ ഖദ്റാണ്, 29-ാം രാവ് ലൈലത്തുൽ ഖദ്റാണ്. അങ്ങനെ അമൽ ചെയ്യണം നമ്മൾ. ആണുങ്ങളെ നമ്മൾ പള്ളിയിലിരുന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് നമ്മൾ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ്, അല്ലാ ഇനി ഞാനൊരു തെറ്റിലേക്കുമില്ല അല്ലാ, എൻ്റെ അടുത്ത് ഒരുപാട് അരുതാത്തത് വന്നുപോയി, പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്തത് വന്നുപോയി, അല്ലാഹുവേ എനിക്കൊന്ന് മാപ്പ് നൽകണം അല്ലാ. ആരംഭപ്പൂവായ മുത്തുളി മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, ഒരുപാട് വേണ്ടാത്തത് ചെയ്തു പോയി, ഒരുപാട് പടച്ച റബ്ബ് ഇഷ്ടപ്പെടാത്തത് ചെയ്തു പോയി. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇന്നലെ രാത്രി പള്ളിപ്പറമ്പിൽ പോയിട്ട് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തു. ഞാനിതാ തൗബ ചെയ്തിരിക്കുന്നു, ഇനി ഞാനൊരു തെറ്റും ചെയ്യില്ല എന്ന് ഖൽബിൽ ഉറപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലേ, ഇനി ഞാൻ തെറ്റിലേക്കില്ല. ആ സമയത്തല്ലേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, അയാളെ നിയ്യത്ത് ശരിയാണ് യാ റസൂലല്ലാഹ്, അയാൾ പറഞ്ഞത് ശരിയാണ് യാ റസൂലല്ലാഹ്. മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോയി, അയാൾ സ്വർഗാവകാശിയാണ് യാ റസൂലല്ലാഹ്. എന്തേ കാരണം? അവരുടെ നിയ്യത്തായിരുന്നു. അങ്ങനെ നമ്മൾ പടച്ച റബ്ബിനോട് തേങ്ങി 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 കരഞ്ഞിട്ട് അല്ലാഹുവിനോട് നമ്മൾ ചെയ്ത തെറ്റുകളെ ഏറ്റുപറഞ്ഞിട്ട് പടച്ച റബ്ബിനോടൊന്ന് മാപ്പിരക്കാൻ പറ്റിയ മുഹൂർത്തമോ പരിശുദ്ധമായ 27-ാം രാവ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ രാവ് അല്ലാഹു നമുക്ക് തന്നത് നമ്മുടെ ശരീരം ഒന്ന് വൃത്തിയാവാനാണ്, നമ്മുടെ ആത്മാവൊന്ന് വൃത്തിയാവാനാണ്, നമുക്കൊന്ന് വൃത്തിയാവാനാണ്. ആ രൂപത്തിലേക്കാക്കി നമ്മളെ നിയ്യത്ത് മാറിയാൽ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, വീട്ടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് എൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ 27-ാം രാവിനൊന്ന് ബഹുമാനിച്ചാൽ, അന്നെങ്ങാനും പടച്ച റബ്ബിന്റെ ലൈലത്തുൽ ഖദ്ർ ഇറങ്ങിയാൽ, അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് മുസാഫാത്ത് ചെയ്താൽ, നാളെ ആഖിറ ലോകത്തേക്ക് പോകുമ്പോൾ അല്ലാഹു നമുക്ക് സ്വർഗം തരുന്നു. അതിലൊന്ന് ബഹുമാനിച്ചാൽ മതി. ഇന്ന് ലൈലത്തുൽ ഖദ്ർ ആണല്ലോ പഠിച്ചോനെ, ഇന്നത്തെ ദിവസം പുണ്യമുള്ള ദിവസമാണല്ലോ റബ്ബേ എന്നൊരു ചിന്ത നമ്മുടെ ഖൽബിലേക്ക് കടന്നു വരണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 27-ാം രാവിനെ വെറുതെയാക്കി വിടരുത്. ഒരുപാട് ആലിമീങ്ങളും ഉലമാക്കളും ആരിഫീങ്ങളും ഈ പരിശുദ്ധമായ ദിവസത്തിനെ വല്ലാതെ ബഹുമാനിച്ചിരുന്നു. ഒരൊറ്റ ദിവസം ഉറക്കൊഴിഞ്ഞാൽ
ഒരൊറ്റ ദിവസം ഒന്ന് ഉറക്കൊഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 83 കൊല്ലവും 4 മാസവും അമൽ ചെയ്ത പുണ്യം. ആ പുണ്യങ്ങൾക്ക് വേണോ? എന്നാൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന പുണ്യകരമായ ദിവസത്തെ നമ്മൾ ബഹുമാനിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ദിവസത്തെ ഒന്ന് ബഹുമാനിച്ച് ഉമ്മമാരെ ആ നിസ്കാര പായിലിരുന്നിട്ട് ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരുപാട് ദിക്ർ ചൊല്ലിയിട്ട് വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് അല്ലാഹുവിനോട് തേടണം. പറയേണ്ട വാക്കെന്താണ്? പടച്ച റബ്ബേ, എൻ്റെ അമലുകളെ കബൂലാക്കണം അല്ലാ. ഈ പരിശുദ്ധമായ പവിത്രമായ ലൈലത്തുൽ ഖദർ നീ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിലാക്കണം അല്ലാ. ഇതങ്ങ് ദ്വാരന്നാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ഇത് അല്ലാഹു കൊണ്ട് സ്വീകരിച്ചാൽ ദുനിയാവും ആഖിറവും നമുക്ക് കിട്ടി. അപ്പൊ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാപ്പകലുകൾ ഒന്ന് മുതലാക്കാനുള്ള ഒരവസരമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എപ്പോഴും നമ്മൾ ദ്വാരക്കുക. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമാണ്. കണ്ണുനീരൊലിപ്പിച്ചിട്ട് ദുആ ചെയ്യണം. ഒരുപാട് തെറ്റുകൾ വന്നുപോയ പാപികളാണ് നമ്മളൊക്കെ. അല്ലാഹുവിൻ്റെ കോടതിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കൈകാലുകൾ സംസാരിക്കുമ്പോൾ പടച്ച റബ്ബേ, ഞാൻ ഹറാമിലേക്ക് എൻ്റെ ഖൽബ് പറഞ്ഞിട്ട് പോലും എൻ്റെ ശരീരം പറഞ്ഞിട്ട് പോലും ഞാൻ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് മാറിയവനാ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇഖ്ലാസ് എന്ന് പറയുന്നത്. മഹാന്മാരായ അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ അങ്ങനെ ജീവിച്ചവരായിരുന്നു. ഹറാമിലേക്കില്ല എന്ന് മാത്രമല്ല, ഹറാമിൻ്റെ പരിസര പ്രദേശത്തേക്കില്ല. അവരെപ്പോഴും ഔറാദുകളിലാണ്, ദിക്റുകളിലാണ്, സ്വലാത്തുകളിലാണ്. അവരെപ്പോഴും അല്ലാഹുവിനെ കുറിച്ച് ചിന്തയാണ്. അതല്ലേ ഒരു മഹാനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ മഹാനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തേ ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാത്തത്? ആ മഹാൻ പറയുന്ന വാക്കുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, 4 കാര്യം എൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ടെൻഷൻ ഇല്ലാത്തത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ്. അല്ലാഹു എനിക്ക് എന്തൊക്കെ കണക്കാക്കിയത് അതിലൊക്കെ എനിക്ക് തൃപ്തിയാണ്, സന്തോഷമാണ്, അൽഹംദുലില്ലാഹ്. രണ്ടാമത്തതോ, എനിക്ക് അല്ലാഹു കണക്കാക്കിയ റിസ്ഖ്, എനിക്ക് അല്ലാഹു കണക്കാക്കിയത് എന്നിൽ മാറിയിട്ട് മറ്റൊരാൾക്ക് അല്ലാഹു കൊടുക്കില്ല. ആ സമാധാനാണ് എനിക്കുള്ളത്. അപ്പൊ ടെൻഷൻ ആവണ്ട. ആളെ മാറിയിട്ട് പടച്ച റബ്ബ് കൊടുക്കൂലല്ലോ. അല്ലാഹു എനിക്ക് എന്താണോ കണക്കാക്കിയത് എൻ്റെ കുടിയിൽ കൊടുന്നു തരും. ഒരു സംശയമില്ല, ഒരു സംശയമില്ല. അത് ആ മഹാൻ പറയുന്നു, നമുക്ക് എന്താണോ അല്ലാഹു കണക്കാക്കിയത് അത് അല്ലാഹു വീട്ടിലെത്തിച്ചു തരും. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയുമോ? ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമുക്ക് ടെൻഷനില്ല. നമുക്കില്ലായ്മയുടെ പേരിൽ ടെൻഷനില്ല. നമുക്ക് ഇല്ലായ്മയുടെ പേരിൽ ടെൻഷനില്ല. മറ്റുള്ളവൻ്റെ ഉണ്ടാകലിൽ, മറ്റുള്ളവൻ്റെ സ്വത്തില്, മറ്റുള്ളവൻ്റെ ഉയരങ്ങളിൽ എത്തുന്നത് നമ്മളെ ടെൻഷനാക്കുന്നു. അതിൻ്റെ ജീവിതത്തിലില്ല. അങ്ങനെ ടെൻഷനില്ല. മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ, മറ്റുള്ളവർ പുതിയ വണ്ടി എടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ഉണ്ടാവുമ്പോൾ നമുക്ക് ടെൻഷൻ. അതിൻ്റെ ജീവിതത്തിലില്ല. അത് അല്ലാഹു അവർക്ക് കണക്കാക്കിയതാണ്. അവർക്ക് അല്ലാഹു കൊടുക്കും. അതിന് നമ്മൾ തടഞ്ഞിട്ട് കാര്യമില്ല. നാലാമത്തത് ആ മഹാൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ലാത്തത്, നാലാമത്തത്, ഞാൻ എന്ത് അപകട, മുസീബത്ത്, ബലാ, ആഫത്ത്, ഇടങ്ങേറുകൾ വരുമ്പോഴും ഞാൻ എൻ്റെ ഇരുകരങ്ങളും പടച്ച റബ്ബിൻ്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് ഒറ്റയ്ക്കിരുന്നിട്ട് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും. എൻ്റെ
എൻ്റെ സങ്കടങ്ങളൊക്കെ ഒന്ന് അള്ളാഹിനോട് പറയും. അതോടുകൂടെ എൻ്റെ ശരീരത്തിൽ നിന്ന് എല്ലാ സങ്കടങ്ങളും പോയി ഒരു ഹാപ്പിനെസ് വരും. അത് നല്ലൊരു സൈക്കോളജിയാണ്. നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അള്ളാഹു എനിക്ക് കണക്കാക്കിയത് എന്തൊക്കെ അതൊക്കെ എനിക്ക് ഉണ്ടാവും. ഓ, ഞാൻ അവിടെ പോകാത്ത എനിക്ക് കിട്ടിയില്ലല്ലോ, ഞാൻ അങ്ങോട്ട് ചെയ്യാത്ത എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് നമ്മൾ പറയണ്ട. നമ്മളെ ഉള്ളിൽ അള്ളാഹു കൊണ്ട് തരും. ഒരു വഴിയാത്രക്കാരന്റെ കഥ പറയട്ടെ ഞാൻ. ഉമ്മമാരെ ഒന്ന് ശ്രദ്ധിക്കണേ. ഒരാളിങ്ങനെ നടന്നു പോവുകയാണ്. അയാൾക്ക് വല്ലാത്ത ക്ഷീണം വരുന്നു. അയാളൊരു പള്ളിയിലങ്ങ് കയറി. അവരോട് ചോദിച്ചു, ഞാൻ ഇവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ പോവാം, ഞാനൊരു മുസാഫിറാണ്, വഴിയാത്രക്കാരനാണ്, എൻ്റെ വീട് ഒരുപാട് അകലെയാണെന്ന് പറയുമ്പോൾ ആ പള്ളിയിലെ ഉടമ പറയുന്നു, ആ പള്ളിയിലെ ജോലിക്കാരൻ പറയുന്നു, ആ പള്ളിയിലെ ഖാദിമ് പറയുന്നു, ഇവിടെ കിടക്കാൻ പറ്റൂല. അയാള് പുറത്തിറങ്ങിയിട്ട് 4 ഭാഗത്തേക്കും ഇങ്ങനെ നോക്കി. അവസാനം അയാള് കണ്ടെത്തുന്നു ഒരു ചെറിയ ചിമ്മിണി വെളുക്ക്. ആ വെളുക്ക് ലക്ഷ്യം വെച്ചിട്ട് ആ വെളിച്ചത്തിലേക്ക് ഇയാള് നടന്നു പോകുന്നു. ചെറിയൊരു വീടാണ്, ചെറിയൊരു കൂര. ആ കൂരയിൽ ഇയാള് വാതിൽ മുട്ടുകയാണ്. ഒരു പ്രായമുള്ള സാധുവായ മനുഷ്യൻ വാതിൽ തുറന്നു. അയാള് ചോദിക്കുന്നു, വിരുന്നുകാരൻ ചോദിക്കുന്നു, മുസാഫിർ ചോദിക്കുന്നു, യാത്രക്കാരൻ ചോദിക്കുന്നു, ഞാൻ ഇവിടെ കിടന്നോട്ടെ? ഞാൻ ഒരുപാട് ദൂരത്തിൽ നിന്ന് വരികയാണ്, എൻ്റെ വീട് ഒരുപാട് അകലെയാണ്, ഞാൻ ഇവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ പോവാം. ആ വീട്ടുകാരൻ സമ്മതിക്കുന്നു. ആ വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അംഗശുദ്ധികൾ വരുത്തി വിരുന്നുകാരൻ നിസ്കരിക്കുകയാണ്. അപ്പുറത്തെ റൂമിൽ നിന്ന് ആ പ്രായമുള്ള മനുഷ്യൻ ചെല്ലുകയാണ് ഇസ്തിഗ്ഫാർ. യാത്രക്കാരൻ നിസ്കാരം കഴിഞ്ഞു, അയാളെ ദിക്റും കഴിഞ്ഞു, അയാൾ അല്ലാഹുവിനോട് ദുആയിരുന്നു. എന്നിട്ടും അവിടുത്തെ ഇസ്തിഗ്ഫാർ നിൽക്കുന്നില്ല. പാതിരാ സമയമാണ്. മുസാഫിറായ മനുഷ്യൻ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദിക്ർ ചൊല്ലുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്? ആ സമയത്ത് ആ പ്രായമുള്ള മനുഷ്യൻ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹു എനിക്ക് എല്ലാ ഖൈറുകളും തന്നിട്ടുണ്ട്, അല്ലാഹു എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഒരാളെ കണ്ടിട്ട് മരിക്കാനാണ് ആഗ്രഹം. ഒരാളെ കണ്ടിട്ട് എനിക്ക് മരിച്ചു പോവണം. ആരാണെന്നറിയുമോ? 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള വലിയൊരു ആലിമിന്റെ മുഖത്ത് നോക്കിയിട്ട് അയാളോടൊന്ന് ദുആ വസിയത്ത് ചെയ്തിട്ട് അയാളെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചിട്ട് മരിക്കാൻ എനിക്ക് കൊതിയുണ്ട്. അതിന് ഞാൻ ഇങ്ങനെ ദ്വാരന്നുകൊണ്ടിരിക്കുകയാണ്. അയാളടുത്തേക്ക് എനിക്ക് പോകാൻ കഴിയില്ല. ഈ കൊച്ചു ഗ്രാമപ്രദേശത്തിൽ നിന്ന് ആരും എന്നെ സഹായിക്കാനില്ല. ഞാൻ ഒറ്റക്കാണ്. അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് ഇങ്ങനെ ദ്വാരക്കുകയാണ്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്. ഇയാൾ ചോദിച്ചു, ആരാണ് ആ മഹാൻ? മുസാഫിർ വിരുന്നുകാരൻ ചോദിച്ചു, ആരാണത്? മുസാഫിറിനോട് ചോദിക്കുകയാണ്, ആ മഹാനെ നിങ്ങൾക്കറിയുമോ? മുസാഫിർ യാത്രക്കാരൻ പറഞ്ഞു, അയാളെ പേരൊന്ന് പറയുമോ? അയാളെ പേരാണ് അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി തങ്ങള്. 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള വലിയ മഹാനാണ്. മുസാഫിറായ മനുഷ്യൻ ചോദിക്കുന്നു, അയാളെ കണ്ടാൽ നിങ്ങളെ ആഗ്രഹം തീരുമോ? ആ സമയത്ത് പറയുകയാണ്, ആ പ്രായമുള്ള മനുഷ്യൻ പറയുന്നു, അതേ, എൻ്റെ ആഗ്രഹം തീരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ആ അലിമായ മനുഷ്യനെ കാണാൻ കൊതിച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളറയിൽ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക്
മുസാഫിറിന്റെ രൂപത്തിൽ, യാത്രക്കാരന്റെ രൂപത്തിൽ അല്ലാഹു എത്തിച്ചത് ആരെയാണെന്നറിയുമോ? ഇയാൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇയാൾ കാണാൻ ആഗ്രഹിക്കുന്ന അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങളോ. ഇയാൾ പറഞ്ഞു, നിങ്ങൾ ദുആരക്കുന്ന മനുഷ്യൻ ഞാനാ. അയാൾ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റിട്ട് അയാളങ്ങ് കൂട്ടിപ്പിടിച്ച് ചുടുചുംബനങ്ങൾ അർപ്പിച്ചിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നു. പടച്ചോനെ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ചു. ഇനി എനിക്ക് മരണമാണ് ഖൈറെങ്കിൽ എന്നെ പെട്ടെന്ന് മൗത്താക്കണം അല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു നോക്കി എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനോടൊന്ന് തേടിയാൽ അല്ലാഹു നമ്മളെ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ എത്തിക്കും. ഈ പരിശുദ്ധമായ ദിവസത്തിൽ അല്ലാഹുവിൻ്റെ ദർബാറിലേക്കൊന്ന് കരമുയർത്തി ഒരു 10 ഇസ്തിഗ്ഫാർ നമുക്കെല്ലാവർക്കും കൂട്ടമായി ചെയ്യാം, ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അസീം. جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله، 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 لا إله إلا الله. يا حي يا قيوم، 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 يا حي يا قيوم. يا ذا الجلال والإكرام، 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 يا ذا الجلال والإكرام. يا ودود يا الله، 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 يا ودود يا الله. الله 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 الله. ഒരു 10 സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ
على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الأنبياء والمرسلين الحمد لله رب العالمين. ഇനി എല്ലാവരും ഒന്ന് എല്ലാ ആൾക്കാരും വളരെ ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആമീൻ പറയാം. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معيمن يا الله يا عزيز يا الله يا جبار يا الله يا ودود يا ودود يا ودود يا ودود يا الله رحم الراحمين يا രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ ദുആ നീ ഖബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കണം അല്ലാഹ്. ഈമാനുള്ള ഖൽബാക്കണം അല്ലാഹ്. ഇഖ്ലാസുള്ള ഖൽബാക്കണം അല്ലാഹ്. പടച്ചോനെ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. പടച്ചോനെ നല്ലവരിൽ ഞങ്ങളെ പെടുത്തണം അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ സക്കനാത്ത് ഹറക്കാത്ത് അഫ്ആല് അഖ്വാലുകളിൽ അല്ലാഹുവിന്റെ കാവല് നൽകണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. പരീക്ഷിക്കല്ലേ അല്ലാഹ്. മാനം കെടുത്തല്ലേ അല്ലാഹ്. വഷളാക്കല്ലേ അല്ലാഹ്. പടച്ചോനെ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും റാഹത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ വീണ്ടും വീണ്ടും ഈ ദിവസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് പറയാനുള്ളത് ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. മൗത്തിന്റെ സാന്നിധ്യം നന്നാക്കണം അല്ലാഹ്. ദിവസം നന്നാക്കണം അല്ലാഹ്. പടച്ചവനെ നീ ഖബൂലിയത്ത് നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ ആഖിറ ലോക വിജയികളിൽ ഞങ്ങളെ പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ നിസ്കാരങ്ങൾ അമലുകൾ ദിക്റുകൾ സ്വലാത്തുകൾ തസ്ബീഹുകളെല്ലാം നീ സ്വീകരിക്കണം അല്ലാഹ്. ഇത് ഞങ്ങളെ ഒടുക്കത്തെ റമളാനാക്കല്ലേ അല്ലാഹ്. ഇനിയും റമളാൻ സ്വീകരിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും ആയുസ്സും തന്ന് അനുഗ്രഹിക്കണം അല്ലാഹ്. പടച്ചോനെ അല്ലാഹുവേ രോഗങ്ങൾ പലതാണ് അല്ലാഹ്. നീ ശിഫാ നൽകണം അല്ലാഹ്. ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക്, സ്ട്രോക്ക്, ബ്ലോക്ക് പോലുള്ള മാരകമായ രോഗം ലക്ഷക്കണക്കിന് പണം പൊടിച്ചിട്ടും രക്ഷപ്പെടാത്ത രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ആഫിയത്തുൽ ബർക്കത്ത് നൽകണം അല്ലാഹ്. വീട്ടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന ആമീൻ പറയുന്ന ഉമ്മമാരുണ്ട് അല്ലാഹ്. ഒരു ഉമ്മാക്കും സ്തനാർബുദം നൽകല്ലേ അല്ലാഹ്. ഗർഭപാത്രത്തിൽ മുഴ നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ കടമുണ്ട് തീർക്കാനുള്ള മാർഗം എളുപ്പമാക്കണം അല്ലാഹ്. വീടില്ല റബ്ബേ വീട് നൽകണം അല്ലാഹ്. മക്കളില്ല മക്കളെ നൽകണം അല്ലാഹ്. ഗർഭിണികളുണ്ട് ആമീൻ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹുവേ സുഖപ്രസവം നൽകണം അല്ലാഹ്. ഒരു അംഗവൈകല്യമില്ലാത്ത സന്തോഷകരമായ സന്താന സൗഭാഗ്യം നൽകണം അല്ലാഹ്. പടച്ചോനെ അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്. കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ ഉപ്പ ഉമ്മ കുടുംബക്കാര് ബന്ധുക്കൾ കൂട്ടുകാര് പലവരും പച്ച മണ്ണിലുണ്ട് പൊറുക്കണം അല്ലാഹ്. സ്വർഗത്തിൽ ഞങ്ങളെ കടക്കാനുള്ള തൗഫീഖ് നൽകണം റബ്ബേ. സ്വർഗത്തിൽ കടന്ന് നിന്റെ ലിഖാഇനെയും ആദരവായ മുത്ത് ഹബീബിന്റെ തൃക്കല്യാണവും കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്.
الله آمين برحمتك يا أرحم الراحمين.